നമസ്കാരം, എല്ലാവർക്കും സതേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സതേൺ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓണം വിഭവമാണ്. ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചീകിയെടുക്കുക. ഒന്നുകിൽ നമ്മൾ വേവിച്ചതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 മുതൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം മതിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമുക്കത് പിന്നീട് ചേർക്കാം. ഇതിപ്പോൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് കൂടെ അരയ്ക്കണം. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക. ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകം ചേർക്കുക, അതായത് നല്ല ജീരകം. ഇത് 3 ചേർത്തിട്ട് നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ വെള്ളം അധികം ആവാൻ പാടില്ല, നമുക്ക് ആവശ്യത്തിന് വെള്ളം പിന്നീട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ സാധാരണ പച്ചടി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഓണത്തിൻ്റെ ബാക്കിയുള്ള പച്ചടി വിഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കാം, ഞാൻ ലിങ്ക് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീട്രൂട്ട് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അഥവാ വെള്ളം അധികം ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കുക, അതായത് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഈ ബീട്രൂട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് അരപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ചൂടാക്കുന്നൊന്നുമില്ല, നമ്മൾ സാധാരണ പച്ചടിയൊക്കെ ചെയ്യുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നോക്കിക്കുക, നല്ല കട്ടിയിലാണ് ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടും. നമ്മൾ ഒരുപാട് ലൂസായിട്ട് അരക്കുവാണെങ്കിൽ പച്ചടി നല്ലതായിട്ട് വെള്ളം പോലെ ഇരിക്കും. അതുകൊണ്ട് നല്ല കട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് ഞാൻ നോക്കിക്കുക, മിക്സി കഴുകിയിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ കുറച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഏകദേശം 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുവരേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ കടുക്, അതായത് പച്ച കടുക് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് തൈരാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് തൈര് ഞാൻ എടുക്കുന്നുണ്ട്, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടിയുള്ള തൈരും ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്കി കുറച്ചിപ്പോൾ തൈര് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിത് ഓണത്തിനൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് പച്ചടിക്കെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കാവുന്നതാണ്. അരപ്പൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നോക്കിക്കാൻ ഞാൻ ബീട്രൂട്ടും തൈരും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം ചൂടാക്കുക, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ചേർക്കാം. വറ്റൽമുളക് ഞാനിവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അത് കഷ്ണാക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ താളിച്ചത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓണ വിഭവമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.